بسم الله الرحمن الرحيم ഈ സമുദായത്തിൻ്റെ അനശ്വരമായ 4 അച്ചുതണ്ടുകൾ അഖ്താബുൽ അർബഅയായി ചരിത്രത്തിൽ പറയുന്ന 4 പുണ്യാത്മാക്കൾ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അഹ്മദുൽ കബീരി റിഫാഇ റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു. ഹിജ്റ 470 ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. 561 മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നു. ഹിജ്റ 500 റിഫാഇ ത്വരീഖത്തിൻ്റെ സ്ഥാപകനായ റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. മഹാനവറുകൾ ഹിജ്റ 570 ഈ ലോകത്തോട് വിട പറയുന്നു. ഹിജ്റ 596 ബദവിയ ത്വരീഖത്തിൻ്റെ സ്ഥാപകനായ ഷെയ്ഖ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജനനം. മഹാനവറുകൾ ഹിജ്റ 675 ഈ ലോകത്തോട് വിട പറയുന്നു. ഈ കൊല്ലത്തിൽ തന്നെ ഹിജ്റ 675 തന്നെയാണ് ഷെയ്ഖ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു തങ്ങളും ഈ ലോകത്തോട് വിട പറയുന്നത്. ബദവി റളിയല്ലാഹു അൻഹു എന്ന സൂര്യൻ അസ്തമിച്ച് ഇരുളടഞ്ഞ ഘട്ടത്തിൽ ദസൂഖി എന്ന ചന്ദ്രനും മറഞ്ഞ ദുഃഖം ലോകമെന്ന് കടിച്ചിറക്കേണ്ടി വന്നിട്ടുണ്ട്. ദസൂഖി റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 633 മഹാനവറുകൾ വെറും 42 വയസ്സ് വരെ മാത്രമാണ് ജീവിച്ചത്. പക്ഷേ അഖ്താബുൽ അർബഅ എന്ന 4 അച്ചുതണ്ടുകളിൽ ഒന്നായി ഇന്നും ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനവറുകൾ മിന്നിത്തിളങ്ങുന്നു. താൻ സ്ഥാപിച്ച ദസൂഖിയ ത്വരീഖത്ത് ഇസ്ലാമിക ത്വരീഖത്തുകളുടെ മുൻനിരയിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നു. മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസങ്ങളുടെ എണ്ണത്തോളം ത്വരീഖത്തുകളുണ്ടെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫതാവൽ ഹദീസിയയിൽ പേജ് നമ്പർ 77 പറയുന്നുണ്ട്. ഇവയിൽ സുപ്രധാനമായ ഒരു സരണിയായി ദസൂഖിയ വളർന്ന് പന്തലിച്ചു. ഈ സമുദായത്തിൽ എല്ലാ കാലത്തും 1.25 ലക്ഷത്തോളം ഔലിയാക്കളുണ്ടായിരിക്കും. അങ്ങനെ ഇന്നോളം വന്ന കോടാനുകോടി ഔലിയാക്കളിൽ നിന്ന് കടഞ്ഞെടുത്ത വെണ്ണയാണ് 4 അച്ചുതണ്ടുകൾ അഖ്താബുൽ അർബഅ. ഖിയാമത്ത് നാളോളം അവർ 4 പേരും ഈ പേരിൽ തന്നെ ചരിത്രത്തിൽ അറിയപ്പെടും. സമുദായത്തിൽ പ്രവാചകനെ കഴിച്ചാൽ 4 ഖലീഫമാർക്കാണ് പ്രമുഖ സ്ഥാനം. പിന്നെ ഈ 4 അച്ചുതണ്ടുകൾക്ക് അഖ്താബുൽ അർബഅ. 1.25 ലക്ഷത്തോളം ഔലിയാക്കൾ എല്ലാ കാലത്തും ഇവിടെയുണ്ടാകും. അവരെപ്പറ്റി ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫതാവുൽ ഹദീസിയയിൽ പറയുന്നു. റിജാലുൽ ഗൈബ്, അതായത് അദൃശ്യ പുരുഷന്മാർ എന്നാണ് അവർക്ക് സാങ്കേതികമായിട്ട് പറയുന്നത്. ഈ നാമത്തിൽ അവർ അറിയപ്പെടാനുള്ള കാരണം അവരുടെ പദവിയും മറ്റും മനസ്സിലാക്കാൻ ഭൂരിപക്ഷം പേർക്കും സാധിക്കാത്തതാണ്. ഇവരുടെ നേതാവാണ് ഗൗസ് അല്ലെങ്കിൽ ഖുതുബ്. ജ്ഞാന ചക്രവാളങ്ങളെ സംഗമിപ്പിക്കുന്നത് അദ്ദേഹമാണ്. എല്ലായിടത്തും അദ്ദേഹം എത്തുന്നു. പ്രപഞ്ചഗോളങ്ങൾ കറങ്ങുന്നത് പോലെ അദ്ദേഹം ആധ്യാത്മജ്ഞാനാകാശ ചക്രവാളങ്ങളിൽ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ഡിതന്മാർക്കും പാമരന്മാർക്കുമൊന്നും അദ്ദേഹത്തെ തിരിച്ചറിയാനാവില്ല. ജാഹിലിനെ പോലെ തോന്നിപ്പിക്കുന്ന ആലിമിൻ്റെ കോലത്തിലാണ് പൊതുവെ അദ്ദേഹത്തെ ജനങ്ങൾ കാണുക. പൊട്ടനെ പോലെ തോന്നിപ്പിക്കുന്ന ബുദ്ധിമാൻ, എല്ലാം ത്യജിച്ചവനെ പോലെ തോന്നിപ്പിക്കുന്ന കർമ്മയോഗി, സമർത്ഥനായ വിഡ്ഢി, വളരെ അകന്നവനെ പോലെ തോന്നിപ്പിക്കുന്ന സമീപസ്ഥൻ, ഞെരുങ്ങിയവനെ പോലെ തോന്നിപ്പിക്കുന്ന സമ്പന്നൻ, ഭയന്നവനെ പോലെ തോന്നിപ്പിക്കുന്ന നിർഭയൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അവരുടെ വൃത്തത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. പ്രപഞ്ചങ്ങളുടെ കേന്ദ്ര ബിന്ദുവും അദ്ദേഹം തന്നെയായിരിക്കും. ഗൗസ്, ഖുതുബ് എന്നൊക്കെയാണ് സ്ഥാനപ്പേര്. അദ്ദേഹത്തിന് കീഴിൽ ഔതാദുകളായി 4 പേരുണ്ട്. അവരെ മനസ്സിലാക്കാൻ പുണ്യാത്മാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവരുടെ ആസ്ഥാനം 4 ദേശത്തായിരിക്കും. ഒരാൾ യമനിൽ, മറ്റൊരാൾ ഷാമിലും, 3-മൻ പൗരസ്ത്യദേശത്തും, 4-മൻ പാശ്ചാത്യ രാജ്യത്തുമായിരിക്കും. ഗൗസിൻ്റെ കീഴിലുള്ള 4 ഔതാദുമാർക്ക് ചിലർ 4 ഖുതുബുകളുണ്ടെന്നും പറയാറുണ്ട്. എല്ലാം ഒന്നു തന്നെ. ഈ 4 ഔതാദുമാർക്ക് കീഴിൽ 7 അബ്ദാലുകളുണ്ടാകും. 30 14 ഭിന്നാഭിപ്രായമുണ്ടെന്നും ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. 30 40 ചില ഹദീസുകളിലും കാണാനുണ്ടെങ്കിലും
7 അഭിപ്രായത്തിലാണ് കൂടുതൽ പ്രാബല്യം. ഈ 7 അബ്ദാലുകൾക്ക് കീഴിൽ 40 നഖീബുമാർ, അതായത് നുഖബാക്കളുണ്ട്. മൂസാ നബിയുടെ 12 നഖീബുമാരെ കുറിച്ച് ഖുർആൻ സൂചനയോർക്കുക. നമുക്കത് 40 ഇവർക്ക് കീഴിൽ 300 നുജബാക്കളുണ്ട്. ഇവരെല്ലാം ഇടയ്ക്കിടെ യോഗം ചേർന്ന് ആധ്യാത്മിക രോഗം നിയന്ത്രിക്കുന്നു. ആധ്യാത്മ ഭരണചക്രം കറക്കുന്നു. ഇവരുടെ നേതാവായ ഗൗസ്, അതായത് ഖുതുബ് മരിച്ചാൽ തൻ്റെ കീഴിലുള്ള 4 ഔതാദുകളിൽ ഏറ്റവും യോഗ്യൻ തൽസ്ഥാനം ഏറ്റെടുക്കുന്നു. അപ്പോൾ ഒഴിവ് വരുന്ന ഔതാദിൻ്റെ സ്ഥാനത്തേക്ക് 7 അബ്ദാലുകളിൽ നിന്ന് ഏറ്റവും യോഗ്യനെ ഉയർത്തുന്നു. അങ്ങനെ ഒഴിവ് വരുന്ന അബ്ദാലിൻ്റെ സ്ഥാനത്തേക്ക് 40 നുഖബാക്കളിൽ നിന്ന് യോഗ്യനായ ഒരാളെ നിശ്ചയിക്കുന്നു. അപ്പോൾ ഒഴിവ് വരുന്ന നുഖബാവിൻ്റെ സ്ഥാനത്തേക്ക് 300 നുജബാക്കളിൽ നിന്ന് യോഗ്യനായ ഒരാൾക്ക് സ്ഥാനക്കയറ്റം നൽകുന്നു. അപ്പോൾ ഒഴിവ് വരുന്ന നുജബാഇൻ്റെ സ്ഥാനത്തേക്ക് സത്യവിശ്വാസികളായ പൊതുജനങ്ങളിൽ നിന്ന് കൂടുതൽ യോഗ്യനായ ഒരാളെ നിശ്ചയിക്കുന്നു. ചുരുക്കത്തിൽ ഇവരിൽ ആരു മരിച്ചാലും തൊട്ട് താഴെയുള്ളവരിൽ നിന്നൊരാൾക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടാണ് ആ വിടവ് നികത്തുന്നത്. ഒടുവിൽ ഖിയാമത്ത് നാളായാൽ ഇവരെല്ലാവരും വഫാത്താകുന്നു. കാരണം ഇവരെ കൊണ്ടാണ് അള്ളാഹു ലോകനാശം തടഞ്ഞു നിർത്തുന്നത്. വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴയെന്ന അനുഗ്രഹം വർഷിക്കുന്നത് പോലും ഇവരെ കൊണ്ടാണ്. ഇവരില്ലാതായാൽ അന്ന് ലോകാവസാനമാണ്. ഫതാവൽ ഹദീസിയ 322. അള്ളാഹു എന്ന് പറയുന്ന ആരും പിന്നെ ഭൂമുഖത്ത് ബാക്കിയുണ്ടാവുകയില്ല. അതോടെ ബ്രഹ്മാണ്ഡ കടാഹങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. അതുവരെ അപ്രത്യക്ഷമായി നിന്ന അള്ളാഹുവിൻ്റെ പരമസത്ത പ്രത്യക്ഷമാവുകയും ചെയ്യും. ഇന്ന് ആധിപത്യമാർക്ക് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ അന്ന് ആരുമുണ്ടാവില്ല. പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന അള്ളാഹു ആ ചോദ്യത്തിനുത്തരമായി അവശേഷിക്കും. ഈ പ്രപഞ്ചങ്ങളുണ്ടായപ്പോഴാണ് അള്ളാഹുവിൻ്റെ സത്ത മറഞ്ഞത്. അതിന് മുമ്പ് സത്ത വെളിപ്പെട്ട് നിന്നിരുന്നു. അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ഖിയാമത്ത് നാളോടെ മടങ്ങുക. സത്ത വെളിപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിന്റെ റബ്ബിങ്കിലേക്കാണ് നിന്റെ പരിണാമം. നാം അള്ളാഹുവിൻ്റേതാണ്. അവനിലേക്കാണ് നമ്മുടെ തിരിച്ചുപോക്ക്. നാം വന്നത് അള്ളാഹുവിൽ നിന്ന്, പോകുന്നതും അങ്ങോട്ട് തന്നെ. അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് വന്ന്, ഇൽമ് പണ്ടേ ഉള്ളത്, അതായത് അഹദിയത്തിൽ നിന്നിറങ്ങി അനേകം പടവുകൾ താണ്ടി നാസൂത്തിലെത്തി. ഇതിൽ ആദ്യത്തെ ചില പടവുകൾ ഖദീമും ജബറൂത്ത് മുതൽ നാസൂത്ത് വരെയുള്ളത് ഹാദിസും പുതുതായതുമാണ്. ഇനി നമുക്ക് ഇറങ്ങി വന്ന പടവുകളിലൂടെ തന്നെയാണ് മേലോട്ട് കയറി ചെന്ന് അള്ളാഹുങ്കിലേക്ക് എത്തേണ്ടത്. ഈ തിരിച്ചുപോക്കിന് എളുപ്പമാർഗമാണ് ത്വരീഖത്ത് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.